ബംഗാളിൽ ചരിത്രമെഴുതി ബി.ജെ.പി. ആകെയുള്ള 294 സീറ്റുകളിൽ 200 ജയിച്ച് ആദ്യമായി അധികാരം പിടിച്ചെടുത്തു. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. ഫ്ലാഷ് ബാക്ക്. 294 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്, അധികാരം പിടിക്കാൻ വേണ്ടത് 148 സീറ്റുകളാണ്. ബി.ജെ.പി. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയത് 92 സീറ്റുകൾ അവർക്ക് വിജയിച്ചു വരാൻ കഴിയും എന്നാണ്. രണ്ടാം ഘട്ടം കഴിയുമ്പോൾ ആ പാർട്ടി വിലയിരുത്തുന്നത് ഏതാണ്ട് 120 സീറ്റുകൾ ഉറപ്പിക്കാം എന്ന് തന്നെയാണ്. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ. അപ്പോഴും 28 സീറ്റുകൾ കൂടി വേണം ബംഗാൾ പിടിച്ചെടുക്കണമെങ്കിൽ, ബംഗാൾ ഭരിക്കണമെങ്കിൽ. ഒരർത്ഥത്തിൽ ആഭ്യന്തരമായ ഈ വിലയിരുത്തലിലൂടെ ബി.ജെ.പി. സമ്മതിക്കുന്നത് ഇക്കുറിയും ബംഗാൾ കിട്ടില്ല എന്ന് തന്നെയാണ്. ഒരു ടേം കൂടി മമതയ്ക്ക് കിട്ടും എന്ന് തന്നെയാണ്. പക്ഷെ അപ്പോഴും ബി.ജെ.പിക്ക് വിഷമിക്കാനില്ല. അവരുദ്ദേശിക്കുന്ന ഈ 120 സീറ്റുകളിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ ബി.ജെ.പി. വലിയ വളർച്ചയാണെന്നേ ബംഗാളിൽ കാഴ്ചവെക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ 15 വർഷമായി പശ്ചിമ ബംഗാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മമതാ ബാനർജിയാണ്, തൃണമൂൽ കോൺഗ്രസ് ആണ്. സ്വാഭാവികമായും അതിശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം ആ സംസ്ഥാനത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജനവികാരം, എതിരായ ജനവികാരം പ്രവർത്തിക്കണമെങ്കിൽ ഒരു വയബിൾ ആൾട്ടർനേറ്റീവ് ആ സംസ്ഥാനത്തുണ്ടാകണം. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? പക്ഷേ പശ്ചിമ ബംഗാളിന്റെ പ്രശ്നം എന്താണ്? ബി.ജെ.പി. ഇനിയും ഒരു വയബിൾ ഓൾട്ടർനേറ്റീവായി ഉയർന്നു വന്നിട്ടില്ല. അഥവാ തൃണമൂൽ കോൺഗ്രസിനെ പുറത്താക്കി ബി.ജെ.പിയെ അധികാരം ഏൽപ്പിക്കാമെന്ന് മഹാഭൂരിപക്ഷം ജനങ്ങളും ബംഗാളിൽ കരുതുന്നില്ല. ഇതാണ് ബി.ജെ.പി. അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. എന്തോ നാടാ ഇത്, മനുഷ്യരെ പറ്റിച്ചത് പോരെ. നമുക്കൊരു കണക്ക് നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 60 ലക്ഷം വോട്ടാണ്. ആ 60 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് 90 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നത്. നിശ്ചയമായും അത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യേണ്ടതാണല്ലോ. പക്ഷേ അതിപ്പോൾ ബി.ജെ.പിക്ക് എതിരാകാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അതിന്റെ കണക്കും ഞാൻ പറഞ്ഞു തരാം. നീ ഒന്നും പണയണ്ട. ആ സംസ്ഥാനത്ത് 27% മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതൊരു ചെറിയ ശതമാനമല്ല കേട്ടോ. ആ മുസ്ലിം വോട്ട് ബാങ്ക് എൻ ബ്ലോക്ക് ആയിട്ട് ഇപ്രാവശ്യം TMC-ക്കൊപ്പമാണ്, മമതാ ബാനർജിക്കൊപ്പമാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. അതിന്റെ കാരണം എന്താണ്? നോക്കൂ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ ഗെയിമിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പറയുന്ന പശ്ചിമ ബംഗാളിൽ 90 മണ്ഡലങ്ങളിൽ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്ക് ആണ്. അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഒരു പ്രതീക്ഷയും ബി.ജെ.പിക്ക് വേണ്ട. അപ്പോൾ 90 സീറ്റുകൾ ഓൾറെഡി മമതയുടെ പോക്കറ്റിലായി കഴിഞ്ഞു. ബാക്കി 200 സീറ്റുകളിൽ നിന്ന് 60 സീറ്റുകൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ലെന്നേ. അതാണ് കണക്കെന്ന് പറയുന്നത്. അതാണ് ബി.ജെ.പിയെ അങ്കലാപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം വോട്ട് ബാങ്ക് ഇക്കുറി ഒരു കാരണവശാലും ഭിന്നിക്കില്ല എന്നതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ്? മുമ്പൊക്കെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒക്കെ മുസ്ലിം വോട്ട് കിട്ടിയിരുന്നു. ഈ പ്രാവശ്യം കോൺഗ്രസും ഇടതുപക്ഷമൊന്നും ചിത്രത്തിൽ തന്നെയില്ല. അതുകൊണ്ട് മുഴുവൻ മുസ്ലിം വോട്ടും എൻ ബ്ലോക്കായി തന്നെ TMC-ക്ക് കിട്ടും. അത് നിശ്ചയമായും TMC-യുടെ, തൃണമൂൽ കോൺഗ്രസിന്റെ, മമതയുടെ മുന്നേറ്റത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിരിക്കുമെന്ന കാര്യത്തിനും ഒരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിരിക്കുന്നത് മമതാ ബാനർജി തന്നെ ബംഗാളിൽ വാഴും എന്നാണ്. വംഗദേശം ഈ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ നിരീക്ഷണം. പക്ഷെ വകതിരിവ് വട്ടപൂജ്യം.